രാഷ്ട്രീയത്തിൽ ഒരാഴ്ച എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാലയളവാണെങ്കിൽ 20 വർഷം എന്ന് പറയുന്നത് ഒരു യുഗം തന്നെയാണ്. ബംഗ്ലാദേശിൽ ആ വലിയ കാത്തിരിപ്പിനൊടുവിൽ തിരശ്ശീല വീഴുകയാണ്. പ്രവചനങ്ങളെയും കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 2001 ശേഷം ഇതാദ്യമായി ബംഗ്ലാദേശിലെ അധികാര കസേരയിലേക്ക് BNP എത്തുകയാണ്. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സഖ്യം 209 മണ്ഡലങ്ങളിൽ വിജയിച്ച് കേവല ഭൂരിപക്ഷവും കടന്നു മുന്നേറി. അതേസമയം വലിയ അവകാശവാദങ്ങളുമായി എത്തിയ ജമാഅത്തെ ഇസ്ലാമിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. കിങ് മേക്കർ ആകുമെന്ന് കരുതിയവർക്ക് ലഭിച്ചത് 56 സീറ്റുകൾ മാത്രം. ജമാഅത്ത് പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്ന് പറയാനാകില്ലെങ്കിലും BNPയുടെ ഈ കുതിപ്പിന് മുന്നിൽ അവർക്ക് ശരിക്കും കാലിടറിപ്പോയി എന്ന് വേണം തന്നെ പറയാൻ. ഞങ്ങൾ പോസിറ്റീവ് രാഷ്ട്രീയം മാത്രമേ കളിക്കൂ എന്ന് പറഞ്ഞ് ജമാഅത്തെ അമീർ ഷഫീഖുർ റഹ്മാൻ പരാജയം സമ്മതിക്കുന്ന മട്ടിലുള്ള സൂചനകളും നൽകിക്കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ അവാമി ലീഗ് ചിത്രത്തിലേ ഇല്ലാത്ത, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് ചിത്രത്തിലേ ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. 2024 പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനവിധി കൂടിയായിരുന്നു ഇത്. 10 ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുകളിൽ പതിവുള്ള ആക്രമണങ്ങളോ മരണങ്ങളോ ഒന്നും ഇത്തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഭരണമാറ്റം മാത്രമല്ല, ബംഗ്ലാദേശിന്റെ അടിത്തറ തന്നെ മാറാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന ജനഹിത പരിശോധനയിൽ ജൂലൈ ചാർട്ടർ എന്ന പുതിയ ഭരണഘടനാ മാറ്റത്തെ 72.9% ജനങ്ങളും പിന്തുണച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പഴയ നിയമങ്ങളും രീതികളും മാറി ജനങ്ങൾ ആഗ്രഹിച്ച പുതിയൊരു ബംഗ്ലാദേശ് പിറവിയെടുക്കാൻ ഒരുങ്ങുന്നു എന്ന് സാരം. ചുരുക്കത്തിൽ 2 പതിറ്റാണ്ടിന്റെ വനവാസം അവസാനിപ്പിച്ച് BNP അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് തുടക്കമിടുന്നത്. ഈ മാറ്റം അയൽരാജ്യം എന്ന നിലയിൽ ഇന്ത്യയും അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്.